ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വ്യൂസ്. നമ്മൾ സാധാരണ നമ്മുടെ ഫോണിൽ ഡാർക്ക് മോഡ് എനേബിൾ ചെയ്ത് വെക്കാറുണ്ട്. പലരും ചെയ്ത് വെക്കാറില്ല, എങ്കിലും ചെയ്ത് വെക്കുന്ന ആളുകൾ തന്നെ ജസ്റ്റ് സെറ്റിംഗ്സ് വന്ന് ഡാർക്ക് മോഡിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക, അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഡാർക്ക് മോഡിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്, അതായത് സബ് ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെല്ലാം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി ലാഭിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ കണ്ണ് വളരെയധികം കൂളിംഗ് എഫക്റ്റോട് കൂടി നമുക്ക് കാണാൻ സാധിക്കും. അതായത് നമ്മൾ ഏകദേശം ഒരു 24 hours നമ്മളൊരു 18 മണിക്കൂർ നമ്മൾ മൊബൈൽ തന്നെയാണ് ഉണ്ടാവുന്നത് അല്ലേ. പക്ഷേ നമ്മുടെ കണ്ണ് വളരെയധികം അത് കംപ്ലൈന്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കംപ്ലൈന്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിയുന്നതും ഡാർക്ക് മോഡിൽ ചെയ്യുന്നതാണ് നല്ലത്. അപ്പം അതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എങ്ങനെയൊക്കെയാണ് ഇത് സെറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങളൊന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കിയ ശേഷം നിങ്ങളുടെ ഫോണിൽ ചെയ്ത് വെക്കുക. നിങ്ങളുടെ കണ്ണിന് വളരെയധികം ഒരു കൂളിംഗ് എഫക്റ്റും കിട്ടും. അറ്റ് ദി സെയിം ടൈം നിങ്ങൾക്ക് ബാറ്ററി ലാഭിക്കാൻ പറ്റും. ഇത് കാണുന്നതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം നമുക്കിവിടെ മൊബൈലിന്റെ സെറ്റിംഗ്സ് ഒന്ന് നോക്കാം. പക്ഷെ അതിന് മുൻപ് നിങ്ങളൊന്ന് നോക്കൂ, എൻ്റെ ഈ ഒരു ഫോണിൽ ഡാർക്ക് മോഡിലാണ് ഇപ്പോൾ തീം എല്ലാം കാണിച്ച് കിടക്കുന്നത് അല്ലേ. ഇവിടെ നമുക്ക് സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇത് ലൈറ്റ് മോഡിലാണ് വരുന്നത്, ഡാർക്ക് മോഡിലല്ല. അപ്പോൾ നമുക്കിവിടെ സെറ്റിംഗ്സ് നമുക്ക് കാണാം, പല ആപ്ലിക്കേഷൻസ് കാണാം. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിരിക്കുന്ന കാര്യമാണ്, അത് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. ആ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ്സിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, ഒന്ന് ലൈറ്റ് മോഡും ഒന്ന് ഡാർക്ക് മോഡുമാണ്. അപ്പം ഏറ്റവും നല്ലത് കണ്ണിന് ഏറ്റവും കൂളിംഗ് എഫക്റ്റ് കിട്ടാൻ, കണ്ണിന് അനായാസമായിട്ട് നമുക്ക് എത്ര ടൈം വേണമെങ്കിലും നമുക്ക് മൊബൈൽ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഡാർക്ക് മോഡ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ ഡാർക്ക് മോഡിലേക്ക് പലരും മാറ്റിയിട്ടുണ്ടാവും. പക്ഷേ നിങ്ങളുടെ ഫോണിനനുസരിച്ച് ഓരോ ഫോണിലും സെറ്റിംഗ്സ് വ്യത്യാസമുണ്ടാവും. അതിനനുസരിച്ച് നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. ഇവിടെ കണ്ടില്ലേ, ബ്രൈറ്റ്നസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഡാർക്ക് മോഡിലാണെങ്കിൽ പോലും ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. ആ ബ്രൈറ്റ്നസ് നമുക്ക് മാക്സിമം കുറയ്ക്കാനും കൂട്ടാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ലപോലെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കണ്ണിന് കുറച്ചും കൂടി ഒരു കൂളിംഗ് എഫക്റ്റ് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ഓട്ടോ ബ്രൈറ്റ്നസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ താഴെ വരുന്നുണ്ട്. അത് നമ്മൾ ബ്രൈറ്റ്നസിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഡാർക്ക് മോഡിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓട്ടോ ബ്രൈറ്റ്നസ് ഓപ്ഷൻ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഏറ്റവും നല്ലത് ബ്രൈറ്റ്നസ് നമ്മൾ മാനുവലി തന്നെ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. അതാണെങ്കിൽ കറക്റ്റായിട്ട് അത് വർക്ക് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങളൊന്ന് നോക്കി നോക്കുക എങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷം കുറേ ഓപ്ഷൻസ് താഴെ വരുന്നുണ്ട്. സ്ക്രീൻ കളർ മോഡ് ഇവിടെ കാണിക്കുന്നുണ്ട്, അവിടെ വിവിഡ് പറയുന്ന ഒരു മോഡ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നാച്ചുറൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നാച്ചുറലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്താണെന്നുള്ള അഭിപ്രായം നിങ്ങളൊന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് തൊട്ടൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫോണിലെ സെറ്റിംഗ്സിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും, എങ്കിലും നോക്കുക. ഇവിടെ ഐ കംഫർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഐ കംഫർട്ട് ഒന്ന് എപ്പോഴും ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. അത് കുറച്ചും കൂടി കണ്ണിന് കംഫർട്ട് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഫോൺ തന്നെ മാനുവലി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഐ കംഫർട്ട് ഒന്ന് ഓൺ ചെയ്ത് വെക്കുക എന്നുള്ളത്. പിന്നെ അതിനുശേഷം താഴെ വരുന്നുണ്ട് സ്ക്രീൻ ടെമ്പറേച്ചർ പറയുന്നുണ്ട്, സ്ക്രീൻ കളർ ടെമ്പറേച്ചർ. കളറൊക്കെ വല്ലാതെ കൂടുന്ന സമയത്തും കുറയുന്ന സമയത്തൊക്കെ നമുക്ക് ചില വ്യത്യാസങ്ങൾ നമുക്ക് കണ്ണിന് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നോക്കിയതിന് ശേഷം നിങ്ങളുടെ എത്രത്തോളം കണ്ണിന് കൂളിംഗ് എഫക്റ്റ് കിട്ടുന്നുണ്ട് എന്നുള്ളത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഡിസ്പ്ലേ എഫക്ട്സിൽ ഇവിടെ കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണുന്ന പക്ഷേ ആർക്കും ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കളർ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കണ്ണിനൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടും. ഇതെല്ലാം കണ്ണിന് കൂളിംഗ് മാത്രമല്ല, നമുക്ക് ബാറ്ററിയും കുറേ അധികം ലാഭിക്കാൻ പറ്റും. ഇവിടെ അതുപോലെ തന്നെ ഡാർക്ക് മോഡ് സെറ്റിംഗ്സ് തന്നെ ഒരു സെപ്പറേറ്റ് ഓപ്ഷൻ തന്നെ കാണിക്കുന്നുണ്ട്. ആ ഡാർക്ക് മോഡ് ഓപ്ഷനിൽ നമുക്ക് 3 ഓപ്ഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ ഏറ്റവും നടുവിലുള്ള മീഡിയം ഓപ്ഷനിലാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഡിഫോൾട്ട് ആയിട്ട് വരുന്ന ആ ഒരു സെറ്റിംഗ്സ് തന്നെ അത് സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. മീഡിയത്തിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് വാൾപേപ്പേഴ്സ് ടു ഡാർക്ക് മോഡ്. അപ്പോൾ നമ്മൾ ചില വാൾപേപ്പറൊക്കെ കഴിയുന്നതും ഡാർക്ക് മോഡിലെ വാൾപേപ്പേഴ്സ് നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ് നല്ലത്, കണ്ണിനൊക്കെ ഏറ്റവും നല്ലത്. പക്ഷേ ഇനി നമുക്ക് കുറച്ചും കൂടി, അതായത് ബാറ്ററി ലാഭിക്കാൻ അതാണ് നല്ലത്. അപ്പോൾ കുറച്ചും കൂടി നമ്മൾ ഡാർക്ക് മോഡിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ, അതായത് ബ്രൈറ്റ് ആയിട്ടുള്ള വാൾപേപ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ ഡാർക്ക് മോഡിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാൻ അവിടെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ അഡ്ജസ്റ്റ് ഐക്കൺസ് ടു ഡാർക്ക് മോഡിലേക്ക് നമുക്ക് ഐക്കൺസും നമുക്ക് ചെറിയ ചേഞ്ച് വരുത്താൻ വേണ്ടി സാധിക്കും. പിന്നെ റെഡ്യൂസ് കോൺട്രാസ്റ്റ് ഇൻ ലോ ലൈറ്റ് കണ്ടീഷൻസ്, അതായത് കോൺട്രാസ്റ്റ് വരുന്ന സമയത്ത് ലോ ലൈറ്റിലേക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഡാർക്ക് മോഡ് ഫോർ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ്, നമ്മൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊന്ന് നമുക്ക് ഡാർക്ക് മോഡിലേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഡാർക്ക് മോഡിലേക്ക് മാറ്റി മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ സബ് ഓപ്ഷൻസ് ആയിട്ട് കുറേ ഓപ്ഷൻസുകൾ വരുന്നതുകൊണ്ട് ഈ രീതിയിൽ കൂടി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം കണ്ണ് കൂളിംഗ് എഫക്റ്റ് കിട്ടുന്നുണ്ട്. മാത്രമല്ല ബാറ്ററി അതുപോലെ തന്നെ നമുക്ക് നല്ലപോലെ ലാഭിക്കാനും പറ്റുന്നുണ്ട്.